നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാതളം വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആരെങ്കിലും ഈ ചാനലിൽ നിന്ന് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഒരു ചെറിയ ബെല്ലിൻ്റെ ചിത്രം കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടി ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാതളം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ഒരു മാതളാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്, ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 ബദാമും അതുപോലെ തന്നെ ഒരു 3 കശുവണ്ടി പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ബദാമിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാൽ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് പിന്നെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കട്ടപ്പാൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ തിളപ്പിച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ വേണമെങ്കിൽ തണുത്ത പാലെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇനി ഇതിലോട്ട് നമ്മുടെ മിൽക്ക് ഷേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്ട്രോബെറിയോ വാനിലയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോടൊക്കെ ഏലക്കപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ സ്ട്രോബെറിയുടെയും മാതളത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഈ ഒരു മിൽക്ക് ഷേക്കിന് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് മാതളം വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാതളം കൊണ്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.